ഫ്രെയിമിൽ വന്നില്ല എന്ന് ഞാൻ അവകാശപ്പെടുമ്പോഴും ഫ്രെയിമിൽ വന്ന സിനിമകളല്ല, എനിക്ക് ഫ്രെയിമിൽ വരാത്ത ആ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. പക്ഷെ റൈറ്റർ, ഡയറക്ടർ അങ്ങനെയൊക്കെ തസ്തികകളുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാണ് ജുറാസിക് പാർക്ക് കാണുമ്പോൾ തൊട്ടാണ്. അച്ഛൻ അമ്മയോട് പറഞ്ഞിരുന്നു അത്രേ, ഇവൻ്റെ ഉയർച്ച കാണാൻ ഞാനുണ്ടാവില്ല, അപ്പോൾ ഞാൻ പോയാലും നീ ഇവനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വാക്ക് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സെറ്റിൽ ചെന്ന് ചാൻസ് ചോദിക്കുന്നത് ഡയറക്ടർ ജിസ് ജോയിയുടെ അടുത്താണ്. അച്ഛൻ ആദ്യത്തെ ഒരു ഗുരുവാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നടൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. നടൻ എന്ന രീതിയിൽ ഞാൻ ഉയരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കാണുള്ളൂ, അല്ലാതെ ഞാനൊരിക്കലും ഞാൻ ഉയരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കില്ല. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്, മൊക്കോ ഇൻ്റർനാഷണൽ അവാർഡ്, അതുപോലെ തന്നെ 2017 അവാർഡുകളെല്ലാം കരസ്ഥമാക്കിയ സോറി എന്ന ഫിലിമിൻ്റെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ കൂടിയാണ്. സോ വെൽക്കം ആരോമൽ ആൻഡ് അക്ഷയ് ടു ദ ഷോ. ഹലോ. ഓക്കെ, 60 ന്യൂ കമേഴ്സ് കൂടി ഒരുമിച്ചുള്ള ഒരു ഫിലിമാണ് ഇത്. സോ എന്തായിരുന്നു ആ ഫിലിമിൻ്റെ തീം? മീൻസ് കോമഡി ആണോ അതോ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ആണോ? എന്തായിരുന്നു ആ ഫിലിമിൻ്റെ തീം ആക്ച്വലി ഡ്രാമയാണ്. ത്രില്ലർ അടങ്ങിയിട്ടുള്ളൊരു ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ തന്നെ ഫിലിം ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫിലിം ആയിരുന്നോ? അല്ല, ലൈഫ് എക്സ്പീരിയൻസ് അല്ല, പക്ഷെ നമ്മൾ ലൈഫിലൂടെ പോകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ചില ഐഡിയോളജീസ് ഉണ്ടല്ലോ, ആ ഐഡിയോളജീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിലിമാണല്ലേ. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടായിരുന്നു കളിയാക്കലിനെ കുറിച്ചൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് അതിനകത്ത് ഉണ്ടായിരുന്നോ എന്നത്. ഏത് കഥ എഴുതുമ്പോഴും നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു എലമെന്റുകൾ അതിലുണ്ടാവുമല്ലോ. ഉണ്ടാവും അല്ലേ? അതെ, എന്നാലേ അത് ഓർഗാനിക് ആവുള്ളൂ. അങ്ങനെ എലമെന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ന്യൂ കമേഴ്സിനെ വെച്ച് തന്നെ ഫിലിം ചെയ്യണമെന്നായിരുന്നോ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് ചെയ്യണം എന്നായിരുന്നോ ആഗ്രഹം? അല്ല, ഈ കഥ ഡെവലപ്ഡ് ആയി കഴിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ നോക്കിയത് ഞങ്ങൾക്കുള്ള ആ ഒരു റിസോഴ്സസ് വെച്ച് ഇതെങ്ങനെ മേക്ക് ചെയ്യാം എന്നായിരുന്നു. സോ അങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ അഭിനയിക്കുന്ന ആളുകളുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് തന്നെ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ എടുത്തു. അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, നിരവധി അവാർഡ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവാർഡ്സ്? അവാർഡ് ഇപ്പം വന്നിരിക്കുന്ന അവാർഡുകൾ ടോട്ടൽ ഓഫ് 4 ഒഫീഷ്യൽ സെലക്ഷനും 4 അവാർഡ്സും ആണ് ഉള്ളത്. ഇതിൽ മോക്കോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട് സ്ക്രീൻ പ്ലേക്ക്. പിന്നെ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർക്കുള്ള അവാർഡുണ്ട്. പിന്നെ 2017 ബെസ്റ്റ് ഫിലിമിനുണ്ട്. നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഫിലിമിനുള്ള അവാർഡുണ്ട്. പിന്നെ ഒഫീഷ്യൽ സെലക്ഷൻ സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടക്കുന്ന സ്റ്റോക്ക്ഹോം സിറ്റി ഫിലിം ഫെസ്റ്റിവലിൽ ഒഫീഷ്യൽ സെലക്ഷൻ ഉണ്ട്. സിനിമ ഓഫ് ദ വേൾഡ് ഉണ്ട്. സിനിമ ഓഫ് ദ വേൾഡ് ന്യൂഡൽഹി വെച്ച് നടക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ്, അതിൽ ഒഫീഷ്യൽ സെലക്ഷൻ ഉണ്ട്. ആരോമലിന്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഫാമിലി കണക്റ്റഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോമലിന്റെ അമ്മ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസറും അല്ലേ? അമ്മയ്ക്ക് എങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രി മുമ്പ് പരിചയമുണ്ടോ അതോ ഇതിന് വേണ്ടിയിട്ടാണോ അമ്മ ഈ പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തത്? ഇല്ല, അമ്മ ആക്ച്വലി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന അമ്മ അത്യാവശ്യം നല്ലോണം പാടും. ഒരു ഗായികയാകണമെന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോട് ഈ റീസണൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് സിനിമകൾ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ ഒരു നിർമ്മാതാവണം എന്നുള്ളൊരാഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഈ അടുത്ത് നമ്മൾ സിനിമകൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ സിനിമയിലേക്ക് വന്നു, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴെങ്കിലും ഒരു നായകനാകുമ്പോൾ ഞാൻ ഒരു പടം നിർമ്മിക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സോറി ആയിരിക്കും ആ സിനിമയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ പടങ്ങളും നമ്മുടെ ഷോർട്ട് ഫിലിംസും ഒക്കെ ഇപ്പോൾ ഇവനെ അറിയാം അമ്മയ്ക്ക്. നമ്മൾ കുറേ നാളുകളായിട്ട് ഒരുമിച്ച് സിനിമയോട് സ്നേഹം കൊണ്ട് സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ യാത്ര അമ്മ വളരെ അടുത്ത് നിന്ന് അഭിമാനത്തോടു കൂടി കണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഇവൻ ഒരു കഥ പറഞ്ഞു. പിന്നെ നമ്മൾ തന്നെ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി ഷോർട്ട് ഫിലിംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അമ്മ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വന്ന 2 ഷോർട്ട് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ ബഡ്ജറ്റ് അനുവദിച്ചാൽ നമുക്കൊരു സിനിമ ചെയ്യാം എന്നൊരു വിശ്വാസം നമ്മൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അതിന് നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നു എന്നുള്ളതാണ്. അതല്ലാതെ വേറെ അമ്മയ്ക്ക് അമ്മ ഏതെങ്കിലും ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ സിനിമയോടുള്ള താല്പര്യം ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും അമ്മ നിർമ്മാതാവിൻ്റെ വേഷം അണിഞ്ഞാണ്. അരമന്റെ ഫസ്റ്റ് മൂവി ബൈസിക്കിൾ തീവ്സ് ആയിരുന്നല്ലേ? എത്ര പഠിക്കുമ്പോഴായിരുന്നു ഫസ്റ്റ് മൂവി? 9th പഠിക്കുമ്പോൾ. എത്ര മൂവീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്? 26th മൂവിയാണ് സോറി അല്ലേ? എന്താ ഈ സോറി എന്ന് പേരിടാൻ കാരണം എന്തായിരുന്നു?
അത് സോറിയെ കുറിച്ചുള്ള കഥ തന്നെയാണ് ആക്ച്വലി. സോറി പറച്ചിലാണ് ഇതിന്റെ മെയിൻ തീം. മീൻസ് സോറിയെ കുറിച്ച് ക്ഷമ പറച്ചിലാണ് ഇതിന്റെ മെയിൻ തീം, ഇതിന്റെ മെയിൻ കണ്ടന്റ്. ഓക്കെ, അതുകൊണ്ടാണ് സോറി എന്നൊരു പേര് വന്നത് അല്ലേ? ഓക്കെ. ഇപ്പം ആരോമല്ല, ഇപ്പം അമ്മയ്ക്ക് നമ്മുടെ ഇപ്പം പാരൻസ് ആണ് ചിലവരുണ്ടെങ്കിലും ഈ ഫിലിം ഫീൽഡിലോട്ട് പോകുമ്പോൾ തന്നെ എല്ലാവരും പറയും വേണ്ട, അത് അത്ര ശരിയല്ലെന്ന്. ഇപ്പം ആരോമല്ല കേസിൽ അമ്മയാണ് അതിൻ്റെ സപ്പോർട്ട്. അപ്പം എന്താണ് അതിൻ്റെ ഒരു സപ്പോർട്ടിന് മെയിൻ കാരണം എന്താണ്? കാരണം അമ്മ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അമ്മ ആദ്യമൊക്കെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യമൊക്കെ അമ്മയ്ക്ക് അന്ന് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സിനിമ മാത്രമല്ല, അല്ലെങ്കിൽ അഭിനയം മാത്രമല്ല, പഠിത്തം കൂടെ നോക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പഠിത്തം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നീ സിനിമയിൽ കയറണം എന്നൊരു ആഗ്രഹക്കാരനായിരുന്നു അച്ഛൻ. അപ്പോൾ അച്ഛൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നെ. അച്ഛനും സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ അച്ഛന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അച്ഛൻ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ അന്ന് പിന്നീടാണ്, അച്ഛനൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടാണ് അമ്മ അത് എന്നോട് പറയുന്നത്. അച്ഛൻ അമ്മയോട് പറഞ്ഞിരുന്നു അത്രേ, ഇവൻ്റെ ഉയർച്ച കാണാൻ ഞാനുണ്ടാവില്ല, അപ്പോൾ ഞാൻ പോയാലും നീ ഇവനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വാക്ക് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അത് കേട്ട് എൻ്റെ കൂടെ നിന്നു. ജോലി ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സ്ഥിര വരുമാനമില്ല, അമ്മയുടെ ഒരു വരുമാനം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വരുമാനമില്ലാത്ത ഒരു സിനിമയുടെ പുറകെ നടക്കുന്ന ഒരു മോനോട് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു അമ്മയ്ക്ക് പറയാം സിനിമ ഒന്ന് സൈഡാക്കാം. പക്ഷെ ഇന്നേ വരെ എന്നോട് അമ്മ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമ്മ പറഞ്ഞ ഒരു കാര്യം, നീ അതിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 101% ഹാർഡ് വർക്ക്ഡ് ആയിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമേ അമ്മ എനിക്ക് തന്നിട്ടുള്ളൂ. അത് ഞാൻ നിർത്തി എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ 26 സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞത്, ഇതിന് മുമ്പുള്ള ഒരു 20-23 സിനിമകളിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം ഇത് ഞാനാണ് എന്നുള്ളത് വളരെ ചെറിയ വേഷങ്ങളാണ്. പക്ഷേ ആ സമയത്ത് കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു. നമുക്ക് ആ തരത്തിലുള്ള വേഷങ്ങൾ നമ്മൾ ചെയ്യണമായിരുന്നു. അത് നിവൃത്തികേടായിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ ആ ജേണി വളരെ വലുതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ആ സമയത്ത് അത് ചെയ്യണമായിരുന്നു. പിന്നീട് ഇപ്പോൾ RDXലൊക്കെയാണ് അത്തരം RDXൽ ലാസ്റ്റ് മൂവി റിലീസായത് RDX ആണ്. പിന്നെ സോമൻ്റെ ഹൃദാവ് എന്ന് പറഞ്ഞ വിനയ് ഫോർട്ടിൻ്റെ മൂവി, അതിലും ഈ പറഞ്ഞൊരു വീഡിയോഗ്രാഫറായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ 2 മൂവീസ് ഒരേ വർഷം ഇറങ്ങിയതാണ്, 2ഉം ഹിറ്റായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോട്ടീസ്ഡായി നമ്മൾ. അപ്പോൾ നമ്മൾ ആളുകൾ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ നമ്മൾ ഇതിനു മുമ്പേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. കനകങ്കാവിന് കലകത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ത്രൂ ഔട്ടുണ്ട്. കനകങ്കാവിന് കലകം സിനിമയിൽ ഞാനുണ്ട്. എനിക്കൊരു മങ്കി ക്യാപ്പ് വെച്ച് ഞാനവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മങ്കി ക്യാപ്പ് വെച്ചുകൊണ്ടാണ് എന്നെ ആളുകൾ കാണാമായിരുന്നത്. അപ്പോൾ അങ്ങനെ പല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അക്ഷയിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ അരമലി ഇത്രയും ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അക്ഷയ് എങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് എത്തിയത്? ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു 2013 തൊട്ട്. അതായത് ഞാൻ 10th പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ടായിരുന്നു. സോ ഇപ്പം ഞാനൊരു മൊത്തത്തിൽ ടോട്ടൽ ഓഫ് ഒരു 5-6 ഷോർട്ട് ഫിലിംസിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഗ്രോത്ത് ആഗ്രഹിക്കും. സോ ഒന്ന് കഴിഞ്ഞ് അടുത്ത ഷോർട്ട് ഫിലിമിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പുതിയ ചെയ്യാൻ നോക്കും. സോ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു ക്രൂ വലുതായി, ഞങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വലുതായി, അങ്ങനെ എല്ലാം കൂടി വന്നു. മൊത്തത്തിൽ ഒരു ഗ്രോത്ത് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഫിലിം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലേക്ക് ഞങ്ങൾ ലാൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അക്ഷയാണോ അതിൻ്റെ കഥയും കാര്യങ്ങളും? ഓക്കെ, അപ്പോൾ ഈ ഒരു സോറി എന്ന് പറഞ്ഞ ഫിലിം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും അധികം നല്ല റെസ്പോൺസുകളും അവാർഡ്സിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അത് പ്രതീക്ഷിച്ചില്ല. അതൊരു പ്രോത്സാഹനമായിട്ടാണ് ആക്ച്വലി കരുതുന്നത്. ഇത് റിലീസിന് ഒരുങ്ങുന്ന ഫിലിമാണ്. എന്നത്തേക്കായിരുന്നു റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? റിലീസ് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം കുറച്ച് ഫെസ്റ്റിവൽ റിസൾട്ട്സും കൂടെ വരാനുണ്ട്. അതും കൂടെ ഒക്കെ വന്നതിന് ശേഷം റിലീസ് പ്ലാൻസിലേക്ക് പോകാന്നുള്ള പ്ലാനിലാണ്. അക്ഷയനെ ഫാമിലിയിൽ ആരായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്? ഈ ഇങ്ങനെ ഇപ്പം അരോമലിന്റെ അമ്മ എന്ന് പറഞ്ഞ സപ്പോർട്ട് എന്ന് വെച്ചാൽ അരോമലിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. അപ്പൊ അക്ഷയുടെ ഫാമിലിയിൽ ആരായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അമ്മയും ചേച്ചിയാണുള്ളത് ഫാമിലിയിൽ. അമ്മയും ചേച്ചി തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും ഇപ്പൊ 60 നവാഗതരുടെ ഒരു പടമാണ് സോറി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തിട്ടുള്ളത്? ഈ 60 പേരെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇനിഷ്യലി ഒരു ചലഞ്ചായിട്ടാണ് തോന്നിയത്. പക്ഷേ ഗ്രാജുവലി അതൊരു ചലഞ്ച് അല്ലാതെയായി. കാരണം ഈ 60 പേരെ അവരവർ തന്നെ ഈക്വലി നല്ലപോലെ മാനേജ് ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ട് അതൊരു പ്രശ്നമല്ലാതെയായി. സോ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നുകൊണ്ട്, നല്ല സപ്പോർട്ടീവ് ആയിരുന്നുകൊണ്ടും ഒരുപാട് ഈ പറയുന്ന ചലഞ്ചസ് ഒന്നും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. ലൈക്ക് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുക, ചാർട്ട് ചെയ്യുക മുതലായ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക്, അതായത് ഷൂട്ടിംഗ് സ്റ്റേജിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഭയങ്കരമായ ചലഞ്ചസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുത്തത്? ഇവരൊക്കെ എനിക്കറിയാവുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ. അതെ,
കൂടുതൽ ആളുകളെ ഞങ്ങൾക്ക് അറിയാവുന്നവരാണ്. ചിലവർ വളരെ കുറച്ചുപേരെ മ്യൂച്വൽ ആയിട്ടുള്ളൂ, എന്നാലും അവരെയൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെയായിരുന്നു. ഡയറക്ടറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് അല്ല, ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിലിമായിട്ട് ചെയ്തപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഫേസ് ചെയ്തത്? ഈ പറയുന്ന പോലെ കണ്ടിന്യൂറ്റി ആണ് ആക്ച്വലി. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഒരു 4-5 ഡേയ്സിനുള്ളിൽ ഷോർട്ട് ഫിലിമിന്റെ ജേർണി നിൽക്കുമല്ലോ, ഷൂട്ടിംഗ് നിൽക്കുമല്ലോ. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്ത് ഇതൊരു 18 ഡേയ്സോളം നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു സോറിക്ക്. സോ അത്രയും ദിവസം പണ്ട് 4 ദിവസം എടുത്തുകൊണ്ടിരുന്ന എഫോർട്ട് അത്രയും ദിവസത്തേക്ക് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം എഫോർട്ടിന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വന്ന് ഞങ്ങളൊക്കെ ശീലിച്ച പുതിയ ലെസൺ ആക്ച്വലി സോറിയിലൂടെ. ആ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഫിലിമിലോട്ട് വന്നപ്പോൾ ഉള്ള ഒരു ചേഞ്ചസ് ആയിരുന്നു അല്ലേ? അതാണ്. ഓക്കെ, ആരമൽ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിട്ടുള്ളത്? ഡയറക്ടറായിട്ടും ഫ്രണ്ടായിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു? ഈ രണ്ടിലും ഇവൻ അടിപൊളിയാണ്. ഫ്രണ്ടാണ് കുറച്ചുകൂടെ അടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ സിനിമ സംസാരിക്കുന്നതിന് മുമ്പ് സിനിമ കാരണമാണ് നമ്മൾ അടുത്തത്. ഇവൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇവൻ എന്നെ വിളിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഇവൻ്റെ ജേണി എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് നമ്മൾ സിനിമയാണ് സംസാരിക്കുന്നത്. നമ്മളൊരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ ഈ ഒരു പരിപാടികൾ ഉണ്ടാവണം എന്നൊക്കെയുള്ള ആഗ്രഹം. പിന്നെ ഒരുപാട് കഥകൾ, സോറി അല്ല ആക്ച്വലി നമ്മുടെ ആദ്യത്തെ കഥ, ഒരുപാട് കഥകൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഫ്രണ്ട് എനിക്ക് ഏത് പാതിരാത്രി വിളിച്ച് എന്തും പറയാനുള്ളൊരു ഫ്രീഡം ഇന്ന് ഇപ്പോൾ ഇത്ര മണിയായി ഈ സമയം വരെ എനിക്കുണ്ട്. എന്തും വിളിച്ച് സംസാരിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഞാൻ അവനെ ഡയറക്ടറായി കാണുമ്പോൾ അവൻ എന്നെ ആക്ടറായി കാണും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ്. ഒരു നടനും ഒരു സംവിധായകനും എന്ന് പറയുന്നത് ഒരു സിനിമയുടെ നെടും തൂണുകളാണ്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഫ്രണ്ടിനെ കാണുന്ന പോലെ ഒരു ഡയറക്ടറെ നമ്മൾ സമീപിക്കില്ല. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ചിരിയും തമാശയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കുറച്ച് അതിൻ്റെ അളവ് കുറച്ച് നമ്മൾ സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു. ഷൂട്ടിംഗ് ടൈമിൽ ചീത്തയൊക്കെ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാ അത്യാവശ്യം ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ചൂടാവോ പെട്ടെന്ന്? അങ്ങനെ പെട്ടെന്ന് ചൂടൊന്നുമില്ല. ആരെ കൂട്ടത്തിലാരാ കുറച്ചും കൂടെ പെട്ടെന്ന് ഇത് കണ്ട റേസ് ആവുന്നത്? പെട്ടെന്ന് ഞാനായിരിക്കും. എന്നിട്ടും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കിട്ടില്ല. അപ്പം ഇവനെ ചൂടാക്കാൻ വേണ്ടിയുള്ള കാര്യം അത്രയും വലുതായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് ഈ പറഞ്ഞോണം, അത് ഇവൻ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഇവനത് സംസാരിച്ച് എന്നാൽ വിട് എന്ന് പറഞ്ഞാൽ ഇവൻ അപ്പോൾ അത് വിടും. അത് ക്യാരി ചെയ്തുകൊണ്ട് അടുത്ത സീനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ഇന്നലെ ഇവൻ ഇങ്ങനെ ചെയ്തൊരാളാണെന്ന് കാണില്ല. അടുത്ത ദിവസം വേറെ രീതിയിൽ ഇവൻ നമ്മൾ പഴയ എങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ കാണും. പിന്നെ എപ്പോഴും സിനിമ സംസാരിക്കും. അപ്പോൾ നമ്മൾ ഈ സോറിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ 60 പേര് പുതിയ ആളുകളാണ്. നമ്മൾ ആദ്യം ഈ 60 പേരെന്ന് ഞാൻ പറയുന്നത് അഭിനേതാക്കൾ മാത്രമല്ല, ആരെങ്കിലും അണിയറയിലുമാണ് ഈ 60 പേര്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള എന്നാൽ വേണ്ടത്ര അവസരങ്ങളൊന്നും കിട്ടാത്ത, എനിക്ക് അറിയാവുന്ന ഓഡിഷൻസിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രയും കണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ ഞാൻ വിളിച്ച് നമ്മുടെ ഈ കഥാപാത്രത്തിൽ നമ്മുടെ ഈ സിനിമയോടൊപ്പം വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് യെസ് പറഞ്ഞ ആളുകളാണ് ഈ പറഞ്ഞ 60 പേരും. നമ്മൾ ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു കോർ ടീമുണ്ട്. ഞാൻ, അക്ഷയ്, ആകാശ് നന്ദൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്. അരുൺ രാംദാസ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. ആഷിഖ് ഇതിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ കോർ ടീം, നമുക്ക് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ അസിസ്റ്റൻസ് വേണ്ടി വരും. പിന്നെയും ടോണിയൊക്കെയാണ് നമ്മുടെ കൂടെ പിന്നെയും വന്നിട്ടുള്ളത്. ടോണി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. ഞങ്ങളൊക്കെയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്ട് ഫിലിംസ്. പിന്നെ നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വലിയ ഒരു ക്രൂ വേണ്ടി വന്നു, കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അക്ഷയ്ക്ക് അബ്രഹാം എന്ന് പറഞ്ഞ്, ആദർശ് എന്ന് പറഞ്ഞ്, ജോസഫ്, അങ്ങനെ ചെറിയ ആളുകൾ വന്നു തുടങ്ങി. നമുക്കൊരു പ്രോപ്പർ ഒരു സിനിമാ സെറ്റിൽ എങ്ങനെ ഒരു ബഡ്ജറ്റുള്ളൊരു സിനിമാ സെറ്റിൽ വരുന്ന അസിസ്റ്റൻസ് എത്ര പേരുണ്ടോ അത്രയും തന്നെ ആളുകൾ വന്നു തുടങ്ങി. അവരെല്ലാം ആദ്യത്തെ സിനിമയാണ് ഉഴപ്പാം എന്ന രീതിയിലല്ല അവർ ചെയ്തത്. എല്ലാവരും ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ആ സീരിയസ്നെസ് എല്ലാവരും കൊണ്ടു നടന്നു. അത് പിന്നണി പ്രവർത്തകർ മാത്രമല്ല, ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്ന അഭിനേതാക്കളാണെങ്കിലും ശരി, ആ സീരിയസ്നെസ് അവർ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് അവരെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യേണ്ടി വന്നില്ല. എല്ലാവർക്കും അതിൻ്റെതായ ഒരു മെന്റാലിറ്റിയാണ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു മുഖങ്ങളുണ്ടെന്ന് അക്ഷയ് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കറിയാവുന്ന മുഖങ്ങളുടെ ഫോട്ടോ ഞാൻ ഇവന് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആളുകളെ വിളിച്ച് ഇവൻ്റെ വീടിൻ്റെ പൊക്കത്ത് നമ്മളൊരു ഓഡിഷൻ ചെയ്തിരുന്നു. അത്ര നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട് ഓക്കെ ആവുന്ന ആളുകൾ വിളിച്ച് ഓഡിഷൻ ചെയ്ത് നമ്മുടെ കഥാപാത്രങ്ങളുടെ മീറ്ററുകൾ അവർക്ക് പറ്റുമോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്ത് അവർ നമ്മുടെ കഥാപാത്രം ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സെറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നമുക്ക് ഒരുപാട് തലവേദന കുറഞ്ഞു കിട്ടും. ഇപ്പം എങ്ങനെ ഇരിക്കും നമ്മുടെ സോറി എന്ന ഫിലിം? ഇത്രയും അധികം അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി, ഇപ്പോൾ 4 സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ
ഇപ്പം ആലോചിക്കുമ്പോൾ നമ്മൾ മുമ്പ് കുറേ നമ്മളിപ്പോൾ കടന്നു വന്നിട്ടുള്ള കുറേ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം ആരോമലിൻ്റെ കേസിലായാലും അക്ഷര കുറേ കളിയാക്കലുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ആരോമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് ഫിലിമിൽ കൂടെ നടക്കുമായിരുന്നു, അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലുണ്ട്. ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നു ഈ നിമിഷം? ഇപ്പോൾ ആളുകളൊക്കെ എന്തായി അടുത്ത പടം ചെയ്യുന്നുണ്ടോ എന്നൊരു ചിരിയോടുകൂടി നമ്മളെ കാണാൻ തുടങ്ങി. പണ്ട് വളരെ ശോകമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ എന്തായി അടുത്ത പടം, ഇപ്പോൾ ടോവിനോട് കൂടെയുള്ള ഫോട്ടോ ഉണ്ടല്ലോ അതെന്താണ് സംഭവം എന്ന് നമ്മളടുത്ത് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ ഉയരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കാണുള്ളൂ. അല്ലാതെ ഞാനൊരിക്കലും ഞാൻ ഉയരുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കില്ല. ഇത്തരം സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ശരിയാണ് സിനിമകളൊക്കെ കിട്ടിത്തുടങ്ങുന്നുണ്ടല്ലേ എന്നൊരു തോട്ട് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര പിന്നെ കളിയാക്കിയ ആളുകളുണ്ട്. അതൊക്കെ വേണമെന്നേ, കളിയാക്കലൊക്കെ കിട്ടണം. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് സങ്കടം തോന്നിയേക്കാം, പക്ഷേ നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് തോന്നും ആ കളിയാക്കലൊന്നും ഇല്ലെങ്കിൽ എന്ന് നമ്മൾ ഈ സ്ഥലത്ത്. അതെ അതെ, കളിയാക്കലൊക്കെ ഒരുപാട്. എനിക്ക് മാത്രമല്ല ഇവനും നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ നമുക്ക് തോന്നുന്നത് അത് വേണമായിരുന്നു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചെറിയൊരു ഗെയിം സെക്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് വേറെ ഒന്നുമല്ല, ചെറിയൊരു ഗെയിമാണ്. ഞാൻ ഫസ്റ്റത് ആരോമലിന് തന്നെ തരാം. ആരോമലിൻ്റെ ഫ്രണ്ട്സിലെ ആരെ വേണമെങ്കിൽ കുറിച്ച് പറയാം, ഒരു എന്താ പറയാ, പക്ഷെ സത്യം പറയരുത്, അവരെ കുറിച്ച് കള്ളം പറയണം. ആരായിരിക്കും? അക്ഷരെ കുറിച്ചാണോ പറയുന്നത്? അയ്യോ, പക്ഷേ അത്ര കണ്ട് ഒരു വൃത്തിയുള്ള ഒരാളല്ല. പുള്ളീനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയല്ല. അവൻ നമുക്ക് വിശ്വസിച്ചൊരു കാര്യങ്ങളും അക്ഷയോട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഇവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവന് ഇടിക്കും. അതൊക്കെ ഭയങ്കര കള്ളത്തരം പറയാനല്ലേ പറഞ്ഞു. ഉറപ്പില്ലാത്ത അക്ഷയ് ഭയങ്കര ഒരു നല്ല വ്യക്തിയല്ല ഇവൻ. സത്യമാണോ അതോ കള്ളാണോ? ഇതേ ചോദ്യം ഇവനോടും ഉണ്ടാവില്ലേ? അന്ന് അതേ ചോദ്യം തന്നെ ചോദിക്കാം. പറഞ്ഞോ. ഇതേ ചോദ്യം തന്നെയാണ്. ഇവിടെ ഉള്ള ആളെ കുറിച്ച് തന്നെ പറയാം, ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയണ്ടല്ലോ. എന്നെ കുറിച്ചാണോ? അല്ല, ആരോമലെ കുറിച്ച്. ആരോമലൊരു സത്യസന്ധനാണ്. കള്ളം പറയാനാണ് അല്ല, അത് മതി, അതിലെല്ലാം ഉണ്ട്. അതിലെന്താ പൊള്ളേ? അതിലെല്ലാം എന്താ കള്ളത്തരപ്പ് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട്? ഷൂട്ടിംഗ് ടൈമിലൊക്കെ ഇത് കള്ളത്തരൊക്കെ കാണിച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് ടൈമില് കള്ളത്തരം കാണിക്കാനൊന്നും ടൈം ഇല്ലായിരുന്നല്ലോ. നമ്മൾ 18 ദിവസം കൊണ്ടാ ഷൂട്ട് തീർത്ത്. 18 ദിവസം കൊണ്ടാണോ ഷൂട്ടിംഗ്? എൻറ്റയർ ഫിലിം 18 ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ്. 18 ദിവസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും തലകറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെള്ളം തളിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ ഷൂട്ടിംഗ് സെറ്റിൽ അങ്ങനെ എല്ലാവർക്കും സമയമില്ല. കാരണം എല്ലാവരും ഒരു ടാസ്ക് മാത്രമല്ല. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇവൻ ഡയറക്ടറാണ്, ഇവൻ നമ്മുടെ അടുത്ത് വന്ന് സീൻ പറഞ്ഞു തന്നിട്ട് ഇവൻ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന് വേണമെങ്കിൽ മാറി ഇരുന്നിട്ട് ഷോട്ട് റെഡി ആകുമ്പോഴത്തേക്ക് ഇവന് വന്നാൽ മതി. അല്ലാതെ ഇവന് അടുത്ത ഷോട്ടിലേക്ക് ഇവന് പോവാം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, വെറുതെ ഇരിക്കാന്നല്ല, അടുത്ത ഇതിലേക്ക് പോവാം. പുള്ളി അവിടെ ഇരിക്കുന്ന റെസ്റ്റിലിരിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഭക്ഷണം കഴിച്ചോ, എടാ വെള്ളം എടുത്തേ, അത് ചെയ്യും. മനസ്സിലാച്ചാൽ മൾട്ടി ടാസ്കിങ് ആണ് എല്ലാവരും. അപ്പോൾ അരുൺ തന്നെ അവൻ അവിടെ ഇരിക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും ലാപ്പിൽ എന്തെങ്കിലുമൊക്കെ നേരത്തെ ചെയ്ത് ചെയ്യും. പിന്നെ ആഷിക്ക് സെറ്റിൽ വരും. ആഷിക്ക് ഇതിൻ്റെ എഡിറ്ററാണ്. അവൻ സത്യം പറഞ്ഞാൽ സെറ്റിൽ വന്നൊന്നുമില്ല, അവന് നമ്മൾ എല്ലാ ദിവസവും ഔട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ജോലി ചെയ്യും. അങ്ങനെ എല്ലാവരും. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആകാശ് നന്ദനാണ്. ആകാശ് നന്ദൻ പ്രൊഡക്ഷൻ ജോലി ചെയ്തിട്ടുണ്ട്, പുള്ളി വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ അഭിനയിച്ച ആളുകൾ അവർ ചെയ്തിട്ടുണ്ട്. സെറ്റിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പണി ചെയ്തിട്ടുണ്ട്, എന്നെ പ്രൊഡക്ഷൻ ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്കും പല ജോലികളായിരുന്നു. എൻ്റെ ജോലി അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വെടിപ്പായിട്ട് അഭിനയിക്കുക, പിന്നെ ആകാശനന്ദനും പറയുന്ന സമയത്ത് 5000 രൂപ വെച്ച് അയച്ചു കൊടുക്കുക. ഇതായിരുന്നു എൻ്റെ ജോലി. അപ്പം ഞാൻ അമ്മയായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു ജോലി മാത്രമല്ല ചെയ്തത്. അപ്പോൾ തമാശ പറയാനും ഒക്കെ ഒന്നും സമയമില്ലായിരുന്നു. കള്ളത്തരം പറയാൻ സമയമില്ല. ഇപ്പം പറഞ്ഞതോ ഇതിൻ്റെ പേരിലല്ല, കുഴപ്പമില്ല. കള്ളാണോ പറഞ്ഞതപ്പാ? ഓക്കെ. അമ്മ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു പ്രൊഡ്യൂസറായിട്ട് അമ്മ? പ്രൊഡ്യൂസറായിട്ട് അടിപൊളിയായിരുന്നു. അമ്മ ഇത്ര പക്വത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ ഇത്ര ഒരു പക്വത ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. പിന്നെ തലേ ദിവസം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് അക്ഷയ് എടുത്ത് നമ്മൾ ഇപ്പോൾ ഒരു സീൻ നാളെ ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ പൂജയുടെ തലേ ദിവസം വന്ന് അക്ഷയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു, നിനക്ക് വേണ്ടതൊക്കെ സെറ്റിലുണ്ടാവും, ധൈര്യമായിട്ടിരുന്നു, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതൊക്കെ കാണുകയാണ്. എൻ്റെ അടുത്ത് എനിക്ക് അക്ഷയനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ അമ്മ നിർമ്മിക്കുന്നു. ഈ നിർമ്മാണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീം തന്നെയുണ്ട്.
അവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം തന്നെയാണ്. അരുൺ രാംദാസ്, ആഷിഖ് പുഷ്പ, അങ്ങനെ നമ്മുടെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറും. അപ്പോൾ അവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ അമ്മ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ദിവസവും അമ്മ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ മിക്കവാറും ഒരു 3 ദിവസം കൂടുമ്പോൾ സെറ്റിലേക്ക് വരും. അപ്പോൾ അമ്മ കാര്യങ്ങൾ അന്വേഷിക്കും. ടോണിയായിട്ടായിരിക്കും അന്വേഷിക്കുന്നത്. എത്ര രൂപ ഇന്ന് ചിലവായി, നാളെ എത്ര രൂപ വേണം, ഇന്ന് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമുണ്ടായിരുന്നോ, സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും ചിലവുകൾ ഓവറായിട്ട് വന്നോ. അപ്പം ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതൊന്നുമല്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല അമ്മയോട്. ടോണി എൻ്റെ അടുത്ത് അമ്മ വിളിക്കാമെന്ന് ഞാൻ ചോദിച്ചത് എന്തിനാ എപ്പോഴും വിളിക്കണം. അപ്പോൾ ഇവനൊരു ലിസ്റ്റ് പറയും, ഇത് ലിസ്റ്റ് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു 12 രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ അതെന്തിനാന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് 5000 രൂപ 5 ദിവസം കൂടുമ്പോഴുള്ള ചില ഒരു സെറ്റിൽ 12 രൂപ എന്ന് പറയുന്നത് വലിയ തുകയാണ്. അപ്പോൾ അത് അമ്മയ്ക്കത് അറിയണം അതൊക്കെ. അപ്പം അങ്ങനെ ഒരു ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അമ്മ അപ്പം ഇതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സിനിമ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. പിന്നെ സിനിമയേക്കാൾ കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന ഞങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്. അതുകൊണ്ടും കൂടെയാണ് അമ്മ ഈ സിനിമ നിർമ്മിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ബേസ്. ആക്ച്വലി ഞങ്ങളോടുള്ള സ്നേഹമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ബേസ്. അല്ല, അമ്മയുടെ സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത്രയും വിജയത്തിൽ എത്തിയത് അല്ലേ? അച്ഛൻ്റെ അമ്മയുടെയും ലവ് സ്റ്റോറി ആയിരുന്നില്ലേ? മീൻസ് ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അച്ഛനാണ് അമ്മേനെ ഫിലിം ഒക്കെ കാണിക്കലും എല്ലാം ചെയ്തിരുന്നേന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു? മീൻസ് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ അച്ഛൻ ഇങ്ങനെയായിരുന്നു, അച്ഛൻ ആക്ടിങ് ഫീൽഡിലൊക്കെ അച്ഛന് കൂടുതൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, അച്ഛൻ ചില സീനുകളൊക്കെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുഞ്ഞിലായിരുന്ന സമയത്ത്. അപ്പം എൻ്റെ നാട്ടിൽ ഇപ്പോൾ ചേർത്തലയിൽ അച്ഛൻ്റെ കൂടെ അന്ന് കലാകേന്ദ്രയിൽ വർക്ക് ചെയ്ത നടീനടന്മാരുണ്ടായിരുന്നു. അതിൽ 1-2 പേരൊക്കെ ഇപ്പോൾ ഉണ്ട്, ചില ആളുകൾ മരിച്ചുപോയി. അപ്പോൾ ഈ ഉള്ള ആളുകൾ കുറച്ച് ഏജ്ഡ് ആയവർ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എന്നെ ഇപ്പോൾ അവർ കാണുമ്പോഴും പണ്ടവർ കാണുമ്പോഴും അച്ഛൻ ചെയ്ത മറ്റൊരു കോൺട്രാക്ടർ ഒരു വേഷമുണ്ട്, ഞാൻ നാടകത്തിൻ്റെ പേര് മറന്നുപോയി, ഒരു നാടകം, ആ വേഷം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ അച്ഛനൊരു അടിപൊളി നടനാണെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ അച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർക്കണം, ഈ കാഴ്ചയിലെ ചില സീനുകളൊക്കെ അച്ഛൻ ചെയ്ത് കാണിക്കും. ചില നടന്മാരൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ അച്ഛൻ പറയാം അത് കൊള്ളില്ല ഇപ്പം കണ്ടോ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ എനിക്കും ഓട്ടോമാറ്റിക്കലി ഇത് വന്നു, എന്താ പറയുക ഇങ്ങനെ ഞാനും ചെയ്യാമല്ലോ. അപ്പം പ്രജയിലെ ഡയലോഗുണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ്. അച്ഛൻ മറ്റേ ഈ ബാബുരാജ് വന്നിട്ട് ജോസ് പെല്ലിശ്ശേരി സാറിനെ തല്ലിയിട്ട് തല്ലുമ്പോഴത്തേക്കും ലാൽ സാർ വന്ന് തോക്കൊക്കെ എടുത്തിട്ട് പറയും, അധികാരത്തിൻ്റെ നക്ഷത്രങ്ങൾ എത്ര ജാതി കിട്ടിയല്ലോ അതിൽ ഓരോന്ന് ഫുട്പാത്തിൽ അഴിച്ചു ചോടക്കച്ചവടം നടത്തുന്ന നീ എന്ന് പറയുന്ന ഡയലോഗുണ്ട്. അപ്പം ഞാൻ അത് അച്ഛനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവം എൻ്റെ അച്ഛൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ലാൽ സാർ പറഞ്ഞ ഡയലോഗ് അച്ഛൻ കുറച്ചുകൂടെയൊക്കെ ആക്ഷനൊക്കെ ഇട്ട് അപ്പം അന്ന് നമുക്ക് അതാണ് ഫ്രെയിമിൽ, ആ ഒരു ലിമിറ്റഡ് ഫ്രെയിമിൽ കാണുന്നത് കുറച്ച് മുമ്പ് വലുതായിട്ട് എൻ്റെ കണ്ണിൽ കാണുകയാണ്. അപ്പോൾ അത് എനിക്ക് ഇപ്പം ഞാൻ അപ്പം അങ്ങനെ ഞാനും ഇത് തുടങ്ങി. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ ട്രെയിൻഡ് ആയെന്ന് വേണം എനിക്ക് പറയാം. അച്ഛനാണ് സിനിമ വേൾഡ് കാണിച്ചു തന്നത്, ആദ്യത്തെ ഗുരു അച്ഛനാണ്. പിന്നെ സിനിമകൾ വിടാതെ കാണിക്കും. സിനിമകൾ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ചർച്ച ചെയ്യുന്നത് ആ സിനിമ കണ്ട് കൈയടിക്കുന്നതല്ല, അച്ഛൻ പ്രൊജക്ടർ റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതെങ്ങനെയാണ് ചലിക്കുന്നത്, ഉണ്ടോ ഇതിൽ ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ നിന്ന് ചലിപ്പിക്കാൻ, ഇത് ഫിലിമാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി. ഇതിനൊന്നൊരു നടനുണ്ട്, ഇതിനൊരു സംവിധായകനുണ്ട്, നമ്മളെ കോസ്റ്റ്യൂം നമ്മുടെ എല്ലാം മോണിറ്റർ ചെയ്യാൻ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയെ പറ്റിയുള്ള ആദ്യത്തെ അറിവുകൾ പറഞ്ഞു തരുന്ന അച്ഛനാണ്. പിന്നെ ഇപ്പോൾ കാലയിക്കുമ്പോൾ അച്ഛൻ ഇല്ലാത്തതുകൊണ്ടൊരു ചെറിയ സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ ആ മൊമെൻ്റൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞാൻ ഒരിക്കലും മറക്കില്ലായിരുന്നു. കാരണം ആദ്യമായിട്ട് സിനിമ എന്നിലേക്ക് തരുന്ന അച്ഛനാണ്, നാടകങ്ങൾക്ക് വിട്ടത് അച്ഛനാണ്. പൈസ ഇല്ലാത്ത സമയത്തൊക്കെ അച്ഛൻ കടം വാങ്ങിച്ചിട്ട് എന്നെ തിരുവനന്തപുരത്തേക്കൊക്കെ വിട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ആദ്യത്തെ ഒരു ഗുരുവാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നടൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. അത് കാരണം ഭയങ്കര ഞാൻ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ് അതൊക്കെ. ബൈസിക്കിൾ തീവ്സിലോട്ട് എങ്ങനെയായിരുന്നു എത്തിയത്? ബൈസിക്കിൾ തീവ്സ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഒരു ഫയർ സ്റ്റേഷനുണ്ട്. ചേർത്തല വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാം. അപ്പോൾ അവിടെ ഒരു ഫയർ സ്റ്റേഷനുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ക്ലാസ്സിൽ കയറി ഒരു 10-10:30 ആയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുവാണ് എൻ്റെ അടുത്ത് ആസിഫ് അലി വന്നിട്ടുണ്ട് അപ്പുറത്തെന്ന് പറയാം. അപ്പം അന്ന് നമുക്ക് ആസിഫ് അലി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ഇവരൊന്നും പറയണില്ല, ആസിഫ് അലി വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ചേർത്തല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ നേരെ അച്ഛനെ അപ്പുറത്തേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ സിനിമ ഷൂട്ടിങ് നടപ്പുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഷർട്ടൊക്കെ എടുത്തിരുന്നു. അച്ഛൻ ഷർട്ടൊക്കെ എടുത്തിട്ട് അമ്മയുണ്ട് അടുത്ത്.
അപ്പോൾ എവിടെ പോകണു അല്ല അവിടെ ഷൂട്ടിങ് ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ സെറ്റിലേക്കുള്ള പോക്കാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ ക്ലാസ്സിൽ ഇൻ്റർവെല്ലൊക്കെ ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ആസിഫ് അലി വന്നിട്ടുണ്ട്, ഏതാ പടമെന്ന് അറിയില്ല, പക്ഷേ ഒരു സിനിമ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ടീച്ചറിനെ, എൻ്റെ ശ്രീജയ ലിൻഡ എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഞാൻ ലിൻഡ ടീച്ചറുടെ അടുത്ത് കള്ളം പറഞ്ഞു, എനിക്ക് തലവേദനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ടീച്ചറിന് ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ ടീച്ചറിനോട് സത്യം പറഞ്ഞു, ടീച്ചറെ അപ്പുറത്തൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയതല്ലേ, ഞാൻ ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയിട്ടൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ലിൻഡ ടീച്ചറാണ് എനിക്ക് പെർമിഷൻ തരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഞാൻ ഷർട്ടൊക്കെ മാറി, സർട്ടിഫിക്കറ്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്, കുറച്ച് 2 മെഡൽ എന്തോ ഉണ്ട്, 2 ട്രോഫി ഉണ്ട്, ഇതൊക്കെ ഞാനൊരു ബാഗിനകത്താക്കിയാണ് ചാൻസ് ചോദിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു സിനിമ സെറ്റിൽ ചെന്ന് ചാൻസ് ചോദിക്കുന്നത് ഡയറക്ടർ ജിസ് ജോയുടെ അടുത്താണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പുള്ളി ഒരു തൊപ്പിയൊക്കെ വെച്ച് കയ്യിലൊരു ക്ലാസ്സൊക്കെ പിടിച്ചിരിക്കുന്നപ്പോൾ ഞാൻ പറയാം അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി എന്ന് പറഞ്ഞു, വേറൊന്നും മിണ്ടിയില്ല. അപ്പം നമുക്കറിയില്ല ഈ അല്ലു അർജുന് സൗണ്ട് കൊടുക്കുന്ന ഇദ്ദേഹമാണെന്നൊന്നും നമുക്കറിയില്ല. പുള്ളി അത് കഴിഞ്ഞ് ഷോട്ട് വെക്കുന്ന പരിപാടിയിലേക്ക് പോയി. ഞാൻ എപ്പോഴും അവിടെ തന്നെ നിന്നു. പുള്ളി വരും എൻ്റെ അടുത്ത് ഇപ്പോൾ എന്തോ നിനക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ 1-2 തവണ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആരോടോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്തോ പറഞ്ഞു ഇങ്ങനെ, ഇപ്പോൾ ഈ ഷോട്ട് നടക്കുന്ന സമയത്ത് നീ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ നടന്നോ ഒന്ന് ആക്ഷൻ പറയുമ്പോൾ നീ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഷോട്ട് ഇതാണ്, ഇവർ ബൈക്കിൽ ഇവർ മറ്റേ സൈജു കുറുപ്പ് സാറും മറ്റേ പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹം കൂടെ ഇങ്ങനെ ബൈക്കിൽ ഇതിലിങ്ങനെ ഫ്രണ്ട് വീലൊക്കെ പൊക്കി പോകുന്ന ചെറിയ സീനാണ്. അപ്പോൾ ക്യാം വെച്ചേക്കുന്നത് സൈക്കിളെ ഇങ്ങനെ വെച്ചിട്ട് മോൾഡ് ചെയ്തേക്കാണ്, ഒരു ഇതിങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഈ ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും താഴത്തുനിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇവർ ഇങ്ങനെ ഓടിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞു ഇത് പ്രോപ്പർ ക്യാം പരിപാടിയിലൊക്കെ നീ നടന്നോളാൻ പറഞ്ഞു. ഞാനിപ്പോൾ ക്യാമറ വരുമല്ലോ ഒന്ന് വിചാരിച്ച് നടന്നു. അന്ന് ക്യാമറ എവിടെ സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കാനുള്ളൊരു നോക്കുമ്പോൾ ക്യാമറ എവിടെയൊക്കെ ഉണ്ട്, ഷോട്ട് ഇതാണ്. ഞാൻ സൈഡിൽ കൂടെ നടന്നു പോകുന്നത്, അത് കാണുന്നില്ല, ഫ്രെയിമിൽ ഇവർ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും അതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ഞാൻ ഫ്രെയിമിൽ വന്നില്ല എന്ന് ഞാൻ അവകാശപ്പെടുമ്പോഴും ഫ്രെയിമിൽ വന്ന സിനിമകളല്ല, എനിക്ക് ഫ്രെയിമിൽ വരാത്ത ആ സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ ആ ഫിലിം? അത്രയും വിവരമൊന്നുമില്ലോ, എവിടെ ഫ്രെയിം വെച്ചേക്കണോ എന്ത് സെറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള ഒരിതില്ല. അത് ബൈസൈക്കിൾ തീവ്സ് ആണ് ആദ്യത്തെ. ജിസ് ജോയ് സാറാണ് എൻ്റെ ഗുരുനാഥൻ. അച്ഛൻ എങ്ങനെ എന്തെങ്കിലും ഫിലിമിലോ അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? അച്ഛൻ ആട്ടക്കലാശം എന്ന് പറഞ്ഞ് പണ്ട് ലാൽ സാറ് നസീർ സാർ എന്തോ ചെയ്ത സിനിമയുണ്ട് ആട്ടക്കലാശം. ആട്ടക്കലാശത്തിൽ അച്ഛൻ ചെറിയ എന്തോ ഒരു സാധനം ചെയ്തു. പിന്നെ രാജൻ വിദേവ് സാറിൻ്റെ അവിടെ അമ്മയുടെ പണ്ടത്തെ മീറ്റിംഗ് ഒക്കെ രാജൻ വിദേവ് സാറിൻ്റെ വീട്ടിൽ വെച്ച് നടക്കും. അപ്പോൾ അച്ഛൻ ഇവിടെയൊക്കെ ചെന്ന് നിൽക്കും, ചാൻസ് ഒക്കെ ചോദിച്ച് ഇവരുടെ കയറാനുള്ള. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് നടന്ന എന്തോ ഒരു പരിപാടിയുടെ ഇടയ്ക്കൊക്കെ അച്ഛൻ നിന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിം എങ്ങനെയായിരുന്നു അക്ഷയൻ്റെ? ഫസ്റ്റ് ഫിലിം എന്ന് വെച്ചാൽ ഈ സ്കൂൾ ടൈം തൊട്ടേ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ കഥകൾ ഇങ്ങനെ കുക്ഡപ്പ് ചെയ്ത് പറയുമായിരുന്നു, കഥകൾ ഉണ്ടാക്കി പറയുമായിരുന്നു. കുറേയൊക്കെ വർക്കാവും, കുറേ ഒന്നും വർക്കാവില്ല, അങ്ങനെയാണ്. വർക്കാവും തോറും നമുക്കൊരു പ്രത്യേക ഒരു ഹൈ വരും. നമ്മൾ പറയുന്ന കഥകൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ലൈഫ് തന്നെ ബേസ് ചെയ്ത് ഉണ്ടാക്കി പറയുന്ന കഥകളൊക്കെ ആയിരിക്കും അതിൽ പലതും. സോ അങ്ങനെയാണ് എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായി തുടങ്ങിയത്. അത് ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മളിങ്ങനെ വളരും തോറും നമ്മുടെ കഥകളും വളരും. നമുക്ക് ചില കഥകൾ പറയാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. സോ നമ്മളുണ്ടാക്കുന്ന കഥകൾ നമുക്ക് കാണിക്കാനുള്ള ഇപ്പോഴുള്ള എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ല മീഡിയം ആയിട്ട് എനിക്ക് തോന്നുന്നത് സിനിമ തന്നെയാണ്. സോ കഥകൾ പറയാനുള്ള ഒരു മീഡിയം ആയിട്ടാണ് ആക്ച്വലി ഇതിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ ഡയറക്ടർ റൈറ്റർ അങ്ങനെ ഉള്ളൊരു ഒരു തസ്തികയൊന്നും ഇതിനു മുൻപ് അറിയില്ലായിരുന്നു. ഇതിനു മുൻപ് കൊച്ചിയിലേക്ക് നമ്മൾ സിനിമകൾ കാണുമ്പോഴത്തേക്ക് സ്റ്റാർസിന്റെ പേരിലായിരിക്കുമല്ലോ നമ്മൾ സിനിമകൾ അറിയപ്പെടുന്നത്, ഇന്ന അങ്ങനെയായിരിക്കുമല്ലോ. പക്ഷെ റൈറ്റർ ഡയറക്ടർ അങ്ങനെയൊക്കെ തസ്തികകളുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാണ് ജുറാസിക് പാർക്ക് കാണുമ്പോൾ തൊട്ടാ. കാരണം അതിൽ ഞാൻ കൊച്ചിയിൽ അത് കാണുമ്പോൾ അതിൽ ഡൈനോസേഴ്സ് ആണല്ലോ മെയിനായിട്ട് നമ്മൾ കാണുന്നത്. ഡൈനോസേഴ്സ് നമുക്കറിയാം ആരോ ഉണ്ടാക്കി വിട്ടതാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഉണ്ടാക്കുന്ന ആളുണ്ട്, ഇതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരിൻ്റെ പുറകിലുണ്ട്. അന്നോട്ടാണ് ഈ ഫിലിം തീരുമ്പം എഴുതി കാണിക്കുന്ന പേരുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ടെക്നീഷ്യൻസ് ഉണ്ട്, റൈറ്റർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, അങ്ങനത്തെ ലൈക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാസ്റ്റിൽ കുറേ പേര് അല്ലെങ്കിൽ കുറേ നടീനടന്മാർ വന്ന് അഭിനയിച്ചിട്ട് പോകുന്നത് മാത്രമല്ല, അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ആളുകൾ അതിൻ്റെ പുറകിലുണ്ട് എന്നൊക്കെ മനസ്സിലായത് അപ്പം തൊട്ടാ. ജുറാസിക് പാർക്ക് കണ്ടപ്പോൾ തൊട്ടാ അത് മനസ്സിലായത്. കാരണം അതിൽ പറയത്തക്ക എനിക്കറിയാവുന്ന ആരും അതിൽ അഭിനയിക്കുന്നില്ല. ഒരു കൊച്ചിയിൽ ഒരു കുട്ടി ജുറാസിക് പാർക്ക് കാണുമ്പോൾ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഡിനോസേഴ്സിനെ ആയിരിക്കുമല്ലോ. സോ ഡിനോസേഴ്സ് പറഞ്ഞഭിനയിപ്പിക്കണമല്ല, ഡിനോസേഴ്സിനെ ആരൊക്കെ ഉണ്ടാക്കുന്നതാണെന്നുള്ളൊരു ബോധം, ആ ബോധത്തിൽ നിന്നാണ് ഈ ക്രിയേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധം വന്നത്. ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആയിരുന്നില്ലേ?
ഏതായിരുന്നു ഫസ്റ്റ് ഷോർട്ട് ഫിലിം? ഫസ്റ്റ് ഷോർട്ട് ഫിലിം തിമിസ് ആണ് ഫസ്റ്റ് ഷോർട്ട്. അതിനകത്ത് എങ്ങനെയായിരുന്നു ആ ഒരു തിമിസ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ടുള്ള ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു? തിമിസ് ആക്ച്വലി ആലപ്പുഴയിൽ ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ. ആ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ കോർ ടീമിന്റെ ബേസ്. ആരോമിൽ എനിക്കൊന്നും പരിചയമില്ല. എൻ്റെ എഡിറ്റർ ആഷിഖ് ഉണ്ടായിരുന്നു. ആഷിഖിനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് ആഷിഖിനെയൊക്കെ പരിചയപ്പെടുന്ന തിമിസ് ഉണ്ടായ കഥ. ഉണ്ടായത് എങ്ങനെയാണ്? ഇവൻ ആക്ച്വലി പരിചയപ്പെടുന്ന തിമിസിന്റെ ഡബിങ്ങിന് വെച്ചാണ്. തിമിസിൽ വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഇവന് പരിചയപ്പെടുന്നത്. അപ്പം ഇത് മേക്കിങ്ങിന്റെ സംഭവം ഞാൻ പറയുന്നത് ഉണ്ടായ കഥ. അപ്പോൾ ആ സമയത്ത് ആലപ്പുഴയിലുള്ള കമ്മ്യൂണിറ്റിയുടെ പേര് ഫിലിം ഫെറി എന്നാണ്. അവിടെ ആഷിഖിനെ ഞാൻ പരിചയപ്പെട്ടു. ആഷിഖ് ഇപ്പൊ എഡിറ്ററാണ്. ഇതില് കാതൽ ദ കോറിലെ അസോസിയേറ്റ് എഡിറ്ററാണ് ഇപ്പൊ. അപ്പൊ ആഷിഖാണ് എൻ്റെ ഫസ്റ്റ് ഈ കോർ ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ആഷിഖായിട്ട് പരിചയപ്പെട്ടു. ആഷിഖിനോട് ഞാൻ ഒരു തിമിസിന്റെ കഥ പറഞ്ഞു. യൂട്യൂബിലുണ്ട് ഷോർട്ട് ഫിലിം. അപ്പോൾ അതിന്റെ കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പൊ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞാനും ആഷിഖും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ പതിയെ ആളുകളെ കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. സിനിമാറ്റോഗ്രാഫർ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ പല പല ടെക്നീഷ്യൻസിന് ഇതിന് വേണ്ടിയിട്ട് ആളുകളെ കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. കാരണം കമ്പൈൻ ചെയ്യാൻ ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്തത് ഈ കമ്മ്യൂണിറ്റിയാണ്. ആക്ച്വലി ആലപ്പുഴയിൽ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. സോ അവരോട് പോയി സംസാരിച്ചു. അവർക്കും കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയായി. അങ്ങനെയാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം ഉണ്ടായത്. ആ കമ്മ്യൂണിറ്റിയുള്ള പലരും നിന്നു, പലരും പോയി. അതിലൊരു ഫിൽട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം തൊട്ട് ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി. കാരണം ഒരു കോർ ഗ്രൂപ്പ് ഓൾറെഡി ഫോംഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ആരോമൽ വന്നത്. ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്. 2 വോയിസിന് ഡബ് ചെയ്തു. അതെ, അതിന്റെ അകത്ത് 2 പേർക്ക് സൗണ്ട് ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് ഞാൻ ഇതായിട്ടൊന്നും പറയണില്ല. ഒരു ക്യാരക്ടർ വന്നിട്ട് ക്ലൈമാക്സിൽ ഒരു റൂമിലേക്ക് കയറുന്ന സീനാണ്. അപ്പോൾ ഫ്രെയിമിൽ 3 പേരുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരാൾക്ക് ഒരുത്തൻ ചെയ്തു വെച്ചേക്കാണ്. അപ്പോൾ ബാക്കി ഞാൻ പിന്നെ വേറൊരാൾ, അങ്ങനെയാണ് പുള്ളി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ് ചെയ്യേണ്ട ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മച്ചാനെ വിളിച്ച് അവസാനം പുള്ളി വരുമോ ഇല്ലയോ എന്ന് പോലും കൺഫേം ആവുന്നില്ല. ഞാൻ ഓൾറെഡി ചെയ്തു. ഞാൻ അന്ന് ചെറിയതായിട്ട് ഡബ്ബിങ് പരിപാടികൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊരു മോഡുലേഷനിൽ ചെയ്തു. അപ്പോൾ ഈ ആക്ടർ ഒരു സംഭവം ചെയ്തു വെച്ചേക്കാണ്. ആ മച്ചാൻ ചെയ്തു. ഇയാൾ പറയുന്നു അടുത്ത ഡയലോഗ് ഇയാളുടെ ഈ വരാത്ത ആളുടെയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ എന്നാൽ ഞാൻ വിട്ടോട്ടെ എന്ന് സംസാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റുഡിയോയിലിരുന്ന് എൻ്റെ ആളിങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ ഓടിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ഇദ്ദേഹം, അതായത് ഈ വരാതിരുന്ന ആൾ ഫ്രെയിമിൽ പറഞ്ഞ ഡയലോഗ് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പം ഞങ്ങളുടെ കൂടെ അന്ന് ജിബിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോൾ ഇയാൾക്കും ടെൻഷൻ, ആരെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഇയാൾ വന്നിട്ട് എന്തായാലും വിളിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അക്ഷയനെ കേൾപ്പിച്ച് നോക്കി. അപ്പോൾ ഒരു റീലിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. ചുമ്മാ ഒന്ന് പറയടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ പൊക്കോ എന്ന് പറഞ്ഞു. അതാണ്. പക്ഷെ ഞാൻ സീൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പടം കാണുമ്പോൾ ഒരു പരിപാടി ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. 2017 ചെയ്താണല്ലേ? ഞാൻ ആക്ച്വലി 2013 ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യണത്. പക്ഷെ അത് സംഭവം പോയി. ഫസ്റ്റ് ഷോർട്ട് ഫിലിം അത് വർക്കായില്ല. ചെയ്തേ ഉള്ളൂ, ഇറക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ 10th പഠിക്കുമ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് പറയത്തില്ലേ? അപ്പോൾ വേറൊരു ചലഞ്ച് അതിൻ്റെ കൂടെ തരാൻ വേണ്ടി ഇരുന്നായിരുന്നു. പക്ഷെ നമ്മൾ വേറെ കഥകൾ പറഞ്ഞു പോയി. ഇല്ല അത് തരാം. ഓക്കെ. അപ്പോൾ ഒരു എന്താ പറയുക, തള്ളുകഥകൾ പറയത്തില്ലേ നമ്മൾ, ഒരു സ്റ്റോറി ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? സനികയുടെ ആങ്കറിങ്ങിനെ കുറിച്ച് പറയാം. ഇതിനു മുൻപ് സനികയെ ഞാൻ ഒരുപാട് ചാനലുകളിൽ ആങ്കറിങ് ഞാൻ TV വെക്കുമ്പോഴൊക്കെ സനികയുടെ ആങ്കറിങ് ആണ് കാണുന്നത്. സൂപ്പറാണ് സനി. കണ്ണൊക്കെ ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. സ്പീഡിൽ 5 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. 5 പ്രാവശ്യം കൂടെ. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. തോറ്റത്ത് പറഞ്ഞാ പോരെ, അടുത്തേക്ക് തോൽവിയില്ല ഇതിനകത്ത്. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഒളരിയിലെ മുരളി കളരി പഠിച്ചു.
ഒളരിയിലെ മുരളി കളറി പഠിച്ചു. എഴുതി വായിച്ചാൽ മതിയായിരുന്നു ഇതിലും. അതെ, ഇതിലും സ്ലോ ആയിട്ടേ ഞാൻ പറയുള്ളൂ. അത് പറ്റില്ല, അവൻ പറഞ്ഞോട്ടെ, അവൻ എളുപ്പാൻ വേണ്ടിട്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞു. ഒരെണ്ണം കൂടെ കൊടുക്കാം, അത് കുഴപ്പമില്ല. ഇതിപ്പോ ആരോമലിനോടാണേ. അല്ല ഇത് തന്നെയല്ലേ എനിക്ക് വളരെ അല്ല 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 അല്ല, ഇനിയിപ്പോ വേറെ. പഠിച്ചു കാണും. അതിപ്പോ പഠിച്ചില്ലേ? ഞാൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര് തിന്നാൻ മുതിരരുത് കുതിര. അടിപൊളി. ഒന്നുകൂടെ ഒരു പ്രാവശ്യം അത് കഷ്ടപ്പെട്ട ഓക്കെ. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ മുതിര തിന്നരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ. അല്ല അങ്ങനെയല്ലേ? അല്ല, അങ്ങനെയാണ്. പിന്നെ ആരോ പറഞ്ഞ അരുതരുത് കുതിരെ ആ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഇത്രേ ഉള്ളൂ, സിമ്പിളാ. ഞാനൊന്ന് പതുക്കെ പറഞ്ഞിട്ട് അതാണെങ്കിൽ ഞാൻ സ്പീഡിൽ പറയാം. അരുതരുത് കുതിരെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അത് അരുതരുത് മുതിരെ അത് ഒരു മിനിറ്റ്. അരുതരുത് കുതിരെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. മുതിരരുത് മുതിരയില്ല, കുതിരെ. ഞാൻ പഠിപ്പിച്ചല്ലോ. അതിരരുത് കുതിരെ. അല്ലല്ല, അരുതരുത് കുതിരെ. ഇത് തന്നെ അരുതരുത് കുതിരെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. മുതിരരുത് കുതിരയെന്നുണ്ട്. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. കറക്റ്റ് പറ. ഓക്കെ. അരുതരുത് അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുരുതരുത് കുതിരെ. മുതിരരുത് കുതിരെ. മുതിരരുത് കുതിരെ. മുതിരരുത് കുതിരെ. സ്പീഡിൽ പറയുമ്പോ അങ്ങനെ ആവില്ല. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് മുതിരെ കുതിരരുത് മുതിര. അത് ഭയങ്കര ടഫാണ്. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ 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 ചത്ത. ചത്തയല്ല, തച്ച. അല്ലല്ല, തച്ചൻ ചത്ത തച്ചത്തി. ചത്ത ചാത്ത. ചത്തെന്നാണോ? ഓ, അതെങ്ങനെയാ മീനിങ് കറക്റ്റ് അല്ലല്ലോ. ചത്ത എന്ന് പറയുമ്പോ ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ? തച്ചൻ ചത്ത തച്ചത്തി. അങ്ങനെ വെക്കാവോ? വായിച്ചു അത് പറ്റില്ല, അത് ബുദ്ധിമുട്ടായില്ലേ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. അത് കണ്ടുപിടിക്കും. പറഞ്ഞു വന്നു ക്യാമറ വന്നു. ഒന്നും കൂടെ. അല്ല അത് 5 തവണയായിട്ട് ഇട്ടാ മതി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. മതി, ഇത് അക്ഷയന്റെ ടാസ്കാ. അടുത്ത ആരും മുതിരയൊക്കെ അവന് കൊടുത്തു. എനിക്ക് തത്തയും തച്ചനും ഒക്കെ കിട്ടിയല്ലോ. ഇനിയാണോ? വേണ്ട ഇനി വേണ്ട, എനിക്ക് മതിയില്ലേ? ഇഷ്ടമല്ലാന്നൊക്കെ. അപ്പോൾ കുറേയധികം അവാർഡ്സുകൾ ഈ റിലീസിന് മുമ്പ് തന്നെ ഇത്രയധികം റെസ്പോൺസുകളും കാര്യങ്ങളും എല്ലാം കിട്ടി. ഇപ്പോൾ റിലീസ് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ നല്ല റെസ്പോൺസ് കിട്ടട്ടെ, ഇനിയും കൂടുതൽ ഫിലിംസ് ഉണ്ടാവട്ടെ. ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്യുകയാണ് ഇനിയുള്ള ഫിലിംസിനൊക്കെ വേണ്ടിയിട്ട്. സോ ഓൾ ദ ബെസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു.